കൂടെ എന്ത് ചെയ്യാൻ പോകുകയാണ്? എന്ത് ചെയ്യാനാ പോകുന്നത്? നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? യേശുവിനോടുകൂടെ പിതാവാകുന്ന ദൈവത്തിനോടൊപ്പം ഇരുന്ന്. ഹല്ലേലൂയ. ഞാൻ അതാണ് ഓർക്കുമ്പോൾ പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ എന്നെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം സ്നേഹിക്കുന്നത്? നീ എന്നെ എന്തിനാണ് ഇത്രമാത്രം സ്നേഹിക്കുന്നത്? നാം അവനോടുകൂടെ ഒപ്പം ഇരുന്ന് വാഴേണ്ടിയവരാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പോൾ ഈ ഭൂമി അവിടെ ചെന്ന് വാഴ്ച, ഇവിടെ നമ്മൾ അതിനുവേണ്ടി ഒരുക്കപ്പെടുകയാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥ വഴി കണ്ടുപിടിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവസഭ യഥാർത്ഥ വഴി കണ്ടുപിടിക്കും. യഥാർത്ഥ വഴി ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 7:13-14. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 13 and 14. വാട്ട് ഈസ് ദ ട്രൂ പാത്ത്? നമ്മുടെ യഥാർത്ഥ വഴി ഏതാണ്? മത്തായിയുടെ സുവിശേഷം 7:13-14. ആ ആ സഖേത് ഫാട്ടക് और സക്കര മാർഗ്. നമ്മുടെ വഴി എന്ന് പറയുന്നത് ഇടുക്കുവാതിൽ, അതുപോലെ ഞെരുക്കമുള്ള. അതിൻ്റെ ശരിയായ ഗ്രീക്ക് പദത്തിൽ അത് നോക്കിയാൽ ഹട്ടിംഗ് പാത്ത് എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്തോറും നമുക്ക് എന്താകും? മുറിവേൽക്കുന്ന പാത. ഇതെന്തിനു വേണ്ടി? നമ്മളുടെ ശുദ്ധീകരണത്തിന്, നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയല്ല. നമ്മുടെ പാപമോചനം കർത്താവ് എന്തു ചെയ്തു? അതിനുള്ള ശിക്ഷ മുഴുവനും കർത്താവ് ഏറ്റുകഴിഞ്ഞു. എന്നാൽ നമ്മിലുള്ള പുറമേ ഉള്ള മനുഷ്യനെ അടക്കി ഒതുക്കി വെക്കണമെങ്കിൽ നമ്മൾ ഇടുക്കമുള്ള വാതിലിൽ കൂടെ പോയേ മതിയാകെയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ പുറമേ ഉള്ള മനുഷ്യൻ ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയും ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഇടുക്കമുള്ള വാതിൽ കണ്ടുപിടിക്കണം. ഇന്ന് ഞാനിത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, എത്രയോ കർത്താവിൻ്റെ ദാസന്മാരാണ് അവരും ഇന്ന് ഇടുക്ക് വഴിയുടെ വെളിയിലാണ് നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിൽ പ്രവേശിച്ചു. അല്ല സഹോദരന്മാരെ, അല്ല. രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചതുമെല്ലാം ഇടുക്കമുള്ള വഴിയിൽ പ്രവേശിക്കാനായിട്ടാണ്. അപ്പോൾ ആര് അവരുടെ ജഡത്തെ ക്രൂശിക്കാൻ ആഗ്രഹിക്കുന്നുവോ, ഗലാത്യർ 5:24 എഴുതിയിരിക്കുന്നത്, ആര് തങ്ങളുടെ ജഡത്തെ ക്രൂശിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവർ മാത്രമേ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിൽ കൂടെ പോകുകയുള്ളൂ. അല്ല, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് പ്രാർത്ഥിക്കുന്നവരാരും എവിടെ ആയിട്ടില്ല. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചില കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഈ ഇടുക്കമുള്ള വഴിയാണല്ലോ, കഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചു പോകും. അല്ല, നമ്മൾ പോകുന്തോറും ഇടുക്കവുമുള്ള ഞെരുക്കമുള്ള വഴിയിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനുള്ളതായ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നമ്മളെ വിട്ടുമാറി നമ്മൾ കർത്താവിനോടുകൂടെ സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കുന്നു. ആദിമ സഭ ആരെയൊക്കെ ഭരിക്കാൻ ഒരുങ്ങിയവരായിരുന്നു? പൗലോസ് ആരെയൊക്കെയാണ് ഒരുക്കിക്കൊണ്ടിരുന്നത്? 1 കൊരിന്ത്യർ 6 അധ്യായം എടുത്താണ്. ആദ്യമ 1 കൊരിന്ത്യർ 6:2-3 വായിച്ചാൽ ആദിമകാലത്തെ സഭ എങ്ങനെയായിരുന്നു? 1 കൊരിന്ത്യർ 6:2-3 വായിച്ചാൽ നമ്മൾ ലോകത്തെ വിധിക്കും. അത് കഴിഞ്ഞിട്ട് ആരെ വിധിക്കും? ദൂതന്മാരെ കൂടെ വിധിക്കാനുള്ള ഉയർന്ന പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഉയർന്ന പദവി നമ്മളൊന്ന് മനസ്സിലാക്കണം. ദൂതന്മാരെ കൂടെ വിധിക്കുവാനുള്ള ഉയർന്ന പദവിയാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ശ്രേഷ്ഠമേറിയ പദവിക്ക് വേണ്ടി ഒരുങ്ങണമെങ്കിൽ ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിൽ കൂടെ പോയേ മതിയാകുള്ളൂ. ഇടുക്കവും ഞെരുക്കവും നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ പാപത്തിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടിയല്ല. നമ്മുടെ ഉള്ളിലുള്ളതായ ജഡീക സ്വഭാവങ്ങളെ ഓരോന്നോരോന്നായി പറക്കി മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ഇടുക്കവും ഞെരുക്കവും ഉള്ളത്. നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് ഇസ്രായേൽ മക്കൾക്ക് 30 ലക്ഷത്തിലധികം ആളുകൾക്ക് എല്ലാം കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ വിശുദ്ധന്മാരായവർക്ക് സകലതും നൽകാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസവുമില്ല.